ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ട്രൈസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ്. ആദ്യം എന്താണ് ട്രൈസം പദ്ധതിയുടെ ഫുൾ ഫോം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിനിങ് ടു റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നതാണ് ട്രൈസം പദ്ധതിയുടെ ഫുൾ ഫോം. ഇനി ട്രൈസം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള യുവതി യുവാക്കന്മാർക്ക് സ്കിൽ എൻ്റർപ്രണർഷിപ്പ് കപ്പാസിറ്റി നേടിക്കൊടുക്കുക എന്നതാണ് ട്രൈസം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ലെങ്കിൽ 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള യുവതി യുവാക്കന്മാർക്ക് സ്വയം തൊഴിൽ പരിശീലനം കൊടുക്കുക എന്നതാണ് ട്രൈസം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ 1979 ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ത്യൻ എക്കോണമി നോക്കുകയാണെങ്കിൽ തൊഴിലില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ 4 തരത്തിലുള്ള യുവജനതകളാണ് അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ആ 4 തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത് ലിറ്ററേറ്റ് ആൻഡ് അൺസ്കിൽഡ് എന്ന് പറഞ്ഞ വിഭാഗം അല്ലെങ്കിൽ കാറ്റഗറി. രണ്ടാമത്തത് ഇല്ലിറ്ററേറ്റ് ബട്ട് സ്കിൽഡ് എന്ന് പറഞ്ഞ കാറ്റഗറി. മൂന്നാമത്തത് ലിറ്ററേറ്റ് ആൻഡ് അൺസ്കിൽഡ് എന്ന് പറഞ്ഞ കാറ്റഗറി. നാലാമത്തത് ലിറ്ററേറ്റ് ആൻഡ് സ്കിൽഡ് എന്ന് പറഞ്ഞ കാറ്റഗറി. ഈ 4 കാറ്റഗറികളിൽ ഇല്ലിറ്ററേറ്റ് ആൻഡ് അൺസ്കിൽഡ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഈ വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സാക്ഷരതയുമില്ല, അതുപോലെ തന്നെ തൊഴിൽ നൈപുണ്യവുമില്ല. അതുകൊണ്ട് ഈ വിഭാഗത്തിലുള്ള ആൾക്കാരെ മിക്കവാറും പേര് കൂലിപ്പണികൾ ചെയ്താണ് ഉപജീവന മാർഗം കഴിയുന്നത്. അങ്ങനെ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റിനെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുവാനായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ട്രൈസം എന്ന് പറഞ്ഞ പദ്ധതി. ഈ ട്രൈസം എന്ന് പറഞ്ഞ പദ്ധതി ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന് മുതലാണ് എന്ന് ചോദിച്ചാൽ 1979 കാലഘട്ടത്തിലാണ് ട്രൈസം പദ്ധതി ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഇനി ട്രൈസം പദ്ധതി ഏത് പദ്ധതിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IRDP പദ്ധതിയുടെ കീഴിലാണ് ട്രൈസം പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ട്രൈസം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയെന്നാണ്. ട്രൈസം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ട്രൈസം പദ്ധതി പ്രകാരമുള്ള ഓരോ ബ്ലോക്കുകളിലും 40 യുവതി യുവാക്കന്മാർക്ക് തൊഴിൽ പരിശീലനം നൽകുക ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷം തോറും യുവതി യുവാക്കന്മാർക്ക് സ്കിൽ പരിശീലനം നൽകുകയും എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പരിശീലനം നൽകുകയും ചെയ്യുക. ഈ പരിശീലനം അവർക്ക് നൽകുന്നത് വഴി നഗരപ്രദേശത്തിലേക്കുള്ള മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം കുറയ്ക്കുക. ഇതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള യുവതി യുവാക്കന്മാർക്ക് അല്ലെങ്കിൽ 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള BPL കാറ്റഗറിയിലുള്ള യുവതി യുവാക്കന്മാർക്ക് അഗ്രികൾച്ചർ സെക്ടറിലും ബിസിനസ് സെക്ടറിലും ഇൻഡസ്ട്രി സെക്ടറിലും സർവീസ് സെക്ടറുകളിലും തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവർക്ക് പരിശീലനം നൽകുക. അവർക്ക് പരിശീലനം ഇത്തരത്തിൽ കൊടുത്തുകൊണ്ട് അവരുടെ ഫിസിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അവരുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക, അവരുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, അവരുടെ മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യുക. ഇത്രയുമാണ് ട്രൈസം പദ്ധതിയുടെ പ്രധാനപ്പെട്ട 3 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി 1979 ആ ഒരു കാലഘട്ടത്തിൽ ട്രൈസം പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എത്ര ബ്ലോക്കുകളിലാണ് ട്രൈസം പദ്ധതി നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ 2300 ബ്ലോക്കുകളിലാണ് ട്രൈസം പദ്ധതി എന്ന് നടപ്പിലാക്കിയത്. അത് പിന്നീട് 5000 ആവുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇനി ഈ ട്രൈസം പദ്ധതിക്ക് വേണ്ടിയുള്ള ഫണ്ട് നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IRDP ആണ് ആദ്യ കാലഘട്ടത്തിൽ ട്രൈസം പദ്ധതിക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചിരുന്നത്. പിന്നെ ചില പ്രത്യേക ബ്ലോക്കുകളിൽ IRDP അല്ല പ്രത്യേകിച്ച് ഫണ്ടുണ്ട് എങ്കിലും IRDPയുടെ കീഴിലാണ് ആദ്യ കാലഘട്ടത്തിൽ ഈ ട്രൈസം പദ്ധതിക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചിരുന്നത്. എന്നാൽ 1981 മുതൽ 1982 വരെയുള്ള കാലഘട്ടത്തിൽ ട്രൈസം പദ്ധതിക്ക് വേണ്ടി ഒരു പ്രത്യേക ഫണ്ട് അനുവദിച്ചു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ട്രൈസം പദ്ധതിയുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജികളെ പറ്റിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. ട്രൈസം പദ്ധതിയുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജികളെ പറ്റിയാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ട്രൈസം പദ്ധതി എങ്ങനെയാണ് യുവതി യുവാക്കന്മാർക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈസം പദ്ധതിയുടെ കീഴിൽ അനവധി കോഴ്സുകളുണ്ട് അല്ലെങ്കിൽ പ്രോഗ്രാമുകളുണ്ട്.
ഈ ഓരോ പ്രോഗ്രാമിനും നേതൃത്വം കൊടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്മാനാണ്. ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്മാനാണ് ഓരോ കോഴ്സുകൾക്കും നേതൃത്വം കൊടുക്കുന്നത്. ഇനി ട്രൈസം പദ്ധതിയുടെ കീഴിൽ വരുന്ന കോഴ്സുകളുടെ കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചാൽ ഏകദേശം 6 മാസമാണ് ട്രൈസം പദ്ധതിയുടെ കീഴിൽ വരുന്ന കോഴ്സുകളുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി ട്രൈസം പദ്ധതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡ്, ടൂൾ കിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നൽകും. ഫ്രീ ആയിട്ട് ടൂൾ കിറ്റ് നൽകും. അതേപോലെ സ്റ്റൈഫൻഡ് ഈ ട്രൈസം പദ്ധതി പ്രകാരം പഠിക്കുന്ന കുട്ടികൾക്ക് നൽകും. ഇനി ട്രൈസം പദ്ധതിയിൽ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് IRDP എന്നുള്ള സബ്സിഡറി, ക്രെഡിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കിട്ടും. ഇനി ട്രൈസം പദ്ധതിയുടെ അടുത്ത മറ്റൊരു ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈസം പദ്ധതിയുടെ മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ട്രൈസം പദ്ധതി വ്യവസായ രംഗത്തും സേവന രംഗത്തുമാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം ഫോർ ഡെവലപ്പിംഗ് എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് ട്രൈസം പദ്ധതിയിൽ ഒരു പ്രോഗ്രാം നടത്തും. അത് മൂന്നാമത്തെ സ്ട്രാറ്റജി. ഇനി നാലാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വേജ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം ട്രൈസം പദ്ധതിയുടെ ഒബ്ജക്റ്റായി അംഗീകരിച്ചു. ഇനി നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത് SLCCയെ പറ്റിയാണ്. SLCC പറ്റി എന്താണ് SLCC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈസം പദ്ധതിയുടെ സംസ്ഥാന തലത്തിലുള്ള നേതൃത്വം വഹിക്കുന്ന ഏജൻസിയാണ് SLCC എന്ന് പറഞ്ഞ ഏജൻസി. ട്രൈസം പദ്ധതിയുടെ സംസ്ഥാന തലത്തിലുള്ള നേതൃത്വം വഹിക്കുന്ന ഏജൻസിയാണ് SLCC എന്ന് പറയുന്നത്. SLCCയുടെ ഫുൾ ഫോം എന്താണ് എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി. സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി എന്നാണ് SLCCയുടെ ഫുൾ ഫോം. ഇനി SLCC ഒരു പദ്ധതി തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്നാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. SLCC പാലിക്കേണ്ട ഒന്നാമത്തെ മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രോജക്റ്റ് വെയർ ടു ബി ഇൻ്റഗ്രേറ്റഡ് വൺ. ഒന്നാമത്തെ മാനദണ്ഡം. ഇനി രണ്ടാമത്തെ മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈസം പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് IRDPയുടെ ടാർഗറ്റ് ഗ്രൂപ്പിൽ നിന്ന് ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡറി സെക്ടറിലും ടെറിഷറി സെക്ടറിലും വേജ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് നടപ്പിലാക്കണം. അതായത് വേജ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് നടപ്പിലാക്കുന്നത് സെക്കൻഡറി സെക്ടറിലും ടെറിഷറി സെക്ടറിൽ നിന്നും ആയിരിക്കണം. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈസം പദ്ധതിയിൽ പരിശീലനം നൽകുന്ന മൊത്തം ആൾക്കാരിൽ 50% പേർക്കും സ്വയം തൊഴിൽ പരിശീലനം കൊടുത്തിരിക്കണം. 50% പേർക്ക് സ്വയം തൊഴിൽ പരിശീലനം കൊടുത്തിരിക്കണം. ബാക്കി 50% പേർക്ക് ടെറിഷറി സെക്ടറിൻ്റെയും സെക്കൻഡറി സെക്ടറിൻ്റെയും പരിശീലനം നൽകിയിരിക്കണം. അതാണ് നാലാമത്തെ കണ്ടീഷൻ. ഇനി അഞ്ചാമത്തെ കണ്ടീഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രൈസം പദ്ധതി പ്രകാരം പഠിക്കുന്ന അല്ലെങ്കിൽ ട്രൈസം പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ട്രൈസം പദ്ധതിയിൽ നിന്ന് ധനസഹായം നൽകിയിരിക്കണം. അതാണ് അഞ്ചാമത്തെ ക്രൈറ്റീരിയ, അഞ്ചാമത്തെ കണ്ടീഷൻ. ഇനി നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത് ട്രൈസം പദ്ധതിയുടെ ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്കിനെ പറ്റിയാണ്. ട്രൈസം പദ്ധതിയുടെ ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്കിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ട്രൈസം പദ്ധതിയുടെ ടാർഗറ്റ് ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാലും ട്രൈസം പദ്ധതിക്ക് പരിശീലനം ലഭിക്കേണ്ട യുവാക്കളെ തിരഞ്ഞെടുക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം BDO ആണ്. അപ്പോൾ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറാണ് ട്രൈസം പദ്ധതിയുടെ ഗുണഭോക്താക്കളെ അല്ലെങ്കിൽ ടാർഗറ്റ് ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കുന്നത്. ഇദ്ദേഹത്തെ ഈ പദ്ധതി ക്രിയ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് വില്ലേജ് ലെവൽ വർക്കേഴ്സ് ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി ട്രൈസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാലും അത് നമ്മുടെ BDO ആണ് അല്ലെങ്കിൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറാണ്. ഇനി ട്രൈസം പദ്ധതിയിൽ DRDAയുടെ പങ്ക് എന്താണ് എന്ന് ചോദിച്ചാൽ ട്രൈസം പദ്ധതി പ്രകാരം DRDOയുടെ പങ്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DRDO ആണ് വൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് തൊഴിലധിഷ്ഠിത പരിശീലനത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ട്രൈസം പദ്ധതി പ്രകാരം തൊഴിലധിഷ്ഠിത പരിശീലനത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് DRDO ആണ്. ഈ DRDO ആണ് ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസർമാരോടും പല ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടും കൂടെ ചർച്ച ചെയ്തിട്ട് ഈ ട്രൈസത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്.
ഇങ്ങനെ DRDA ആണ് ട്രൈസത്തിന് വേണ്ടിയുള്ള ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ DRDO പബ്ലിഷ് ചെയ്ത ഷോർട്ട് ലിസ്റ്റിന് അവസാന അംഗീകാരം അല്ലെങ്കിൽ ആ ഷോർട്ട് ലിസ്റ്റിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് BDO പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയാണ് എന്ന് കൂടി ഓർത്തിരിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ആപ്ലിക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാലും ടാർഗറ്റ് ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാലും അത് BDO ആണ്, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറാണ്. ഇനി ട്രൈസം പദ്ധതി പ്രകാരം DRDAയുടെ പങ്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൊക്കേഷനെ ഐഡന്റിഫൈ ചെയ്യുന്ന ട്രൈസം പദ്ധതി പ്രകാരം വൊക്കേഷനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഏജൻസിയാണ് DRDA എന്ന് പറഞ്ഞ ഏജൻസി. ഈ DRDA എന്താണ് ട്രൈസം പദ്ധതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റിനോടും ആലോചിച്ചതിന് ശേഷം പല ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസർമാരോടും ആലോചിച്ചതിന് ശേഷം ട്രൈസം പദ്ധതിയുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അങ്ങനെ ട്രൈസം പദ്ധതിയുടെ ഷോർട്ട് ലിസ്റ്റ് DRDA പബ്ലിഷ് ചെയ്യും. അങ്ങനെ DRDA പബ്ലിഷ് ചെയ്ത ട്രൈസം പദ്ധതിയുടെ ഷോർട്ട് ലിസ്റ്റിന് അന്തിമ അനുമതി നൽകുന്ന കമ്മിറ്റിയാണ് BDO പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റി. ഈ BDO പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ മെമ്പർമാർ ഈ ഒരു കമ്മിറ്റി കാണും. പഞ്ചായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ ഈ കമ്മിറ്റി കാണും. ബാങ്കർമാർ ഈ ഒരു കമ്മിറ്റി കാണും. ഖാദി വില്ലേജ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വലിയ ആൾക്കാർ ഈ ഒരു കമ്മിറ്റി മെമ്പറായിരിക്കും. അതുകൂടി അവിടെ ഓർത്തിരിക്കാം. ഇനി എങ്ങനെയാണ് ഈ ഷോർട്ട് ലിസ്റ്റിനെ നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു DRDO പബ്ലിഷ് ചെയ്ത ഷോർട്ട് ലിസ്റ്റിന് അന്തിമ അനുമതി നൽകുന്നത് ഈ കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞു. ഈ DRDO അംഗീകരിച്ച ഷോർട്ട് ലിസ്റ്റിനെ ഇവരിങ്ങനെ വീക്ഷിച്ചതിന് ശേഷം ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൻ്റെ ആളിനെ പ്രയോറിറ്റി നൽകും. ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലെ ആളിന്, ഈ ലിസ്റ്റിലുള്ള ഏറ്റവും പാവപ്പെട്ട ആളിന് ആദ്യം പ്രയോറിറ്റി നൽകും. എന്നതിന് ശേഷം SC/STക്കാർക്ക് ഈ ഒരു ലിസ്റ്റിൽ പ്രയോറിറ്റി നൽകും. എന്നതിന് ശേഷം ഈ ഒരു ലിസ്റ്റിൽ 1/3 റേഷ്യോയിൽ സ്ത്രീകൾ ഉണ്ടോ എന്ന് ഈ ഒരു കമ്മിറ്റി പരിശോധിക്കും. എന്നതിന് ശേഷം 12 മാസത്തെ നാഷണൽ അഡൽട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് കൺസെഷൻ കൊടുക്കും. അതൊക്കെ ഈ ലിസ്റ്റിലാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ DRDO ഇടുന്ന ട്രൈസം പദ്ധതിയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ട മാനദണ്ഡം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷോർട്ട് ലിസ്റ്റിനകത്ത് പാവപ്പെട്ട കുടുംബത്തിലെ ആളിന് പ്രയോറിറ്റി ഉണ്ടായിരിക്കണം. SC/STക്കാർക്ക് പ്രയോറിറ്റി ഉണ്ടായിരിക്കണം. ഈ ലിസ്റ്റിൽ 1/3 സ്ത്രീകൾ ഉണ്ടായിരിക്കണം. മാത്രമല്ല 12 മാസത്തെ കോഴ്സായ നാഷണൽ അഡൽട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത വ്യക്തികൾക്ക് പ്രത്യേക കൺസെഷനും ഈ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് വീക്ഷിക്കുന്ന കമ്മിറ്റി കൂടിയാണ് ഈ BDO അധ്യക്ഷനായിരിക്കുന്ന കമ്മിറ്റി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ജില്ലാ അടിസ്ഥാനത്തിൽ ഈ ഒരു ട്രൈസം പദ്ധതിയെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസിയാണ് DRDO എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ DRDOയുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇൻഡസ്ട്രീസിലെ അസിസ്റ്റന്റ് പ്രോജക്റ്റ് ഓഫീസറും ഇൻഡസ്ട്രീസിലെ എക്സ്റ്റൻഷൻ ഓഫീസർമാരും. ഇവരാണ് എക്സിക്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് എന്നുകൂടി ഓർത്തിരിക്കാം. ഇനി സംസ്ഥാന തലത്തിൽ ട്രൈസം പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഏജൻസിയാണ് സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ ഏജൻസി. ഇനി ജില്ലാതലത്തിൽ ട്രൈസം പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഏജൻസിയാണ് DRDO എന്ന് പറഞ്ഞ ഏജൻസി. ഇനി DRDOയുടെ പ്രോജക്റ്റ് ഡയറക്ടറാണ് IRDPയുടെ മോണിറ്റർ സെല്ലായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കാം. അതായത് DRDOയുടെ പ്രോജക്റ്റ് ഡയറക്ടറാണ് IRDPയുടെ മോണിറ്റർ സെല്ലായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കാം. ഇനി സെൻറ്റർ ലെവലിൽ ട്രൈസം പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ കമ്മിറ്റി ഓഫ് IRDPയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റാണ് സെൻറ്റർ തലത്തിൽ ഈ ഒരു ട്രൈസം പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്
ട്രൈസം പദ്ധതിയുടെ ബാക്ക്വേഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജിനെ പറ്റിയാണ്. ട്രൈസം പദ്ധതിയുടെ ബാക്ക്വേഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബാക്ക്വേഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പറയണമായിരുന്നു. DRDO ഞാൻ പറഞ്ഞു, DRDO ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. എന്നതിന് ശേഷം ആ ഷോർട്ട് ലിസ്റ്റിന് നമ്മുടെ BDO അധ്യക്ഷനായിരിക്കുന്ന കമ്മിറ്റി അതിന് എന്താ ചെയ്യുക, അന്തിമ അനുമതി നൽകുന്നു. അങ്ങനെ ഷോർട്ട് ലിസ്റ്റിലുള്ള യുവതി യുവാക്കന്മാർക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നു. ഇങ്ങനെ സ്വയം തൊഴിൽ പരിശീലനത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഏജൻസികളാണ് പോളിടെക്നിക്, ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ്, കൃഷി ഭവൻ, നെഹ്റു യുവക് കേന്ദ്ര തുടങ്ങിയ ഏജൻസികൾ. ഇനി 3 ട്രെയിനികൾക്ക് ഒരു ഡ്രാഫ്റ്റ്മാൻ എന്ന രീതിയിലാണ് ട്രെയിനിങ് നൽകുന്നത് എന്നുകൂടി ഓർത്തിരിക്കാം. ഇങ്ങനെയൊക്കെ ട്രെയിനിങ് കിട്ടി അവസാനം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ അടുത്ത് പറയുന്നത്, ഇതേപോലെ ഈ ട്രൈസം പദ്ധതി പ്രകാരം പരിശീലനം കിട്ടിയ ആൾക്കാർ പുതിയ പുതിയ സംരംഭങ്ങൾ സൊസൈറ്റിയിൽ തുടങ്ങും. പുതിയ സംരംഭങ്ങൾ അവർ ഗ്രാമപ്രദേശത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ തുടങ്ങി കഴിയുമ്പോൾ അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടാക്കുവാൻ വേണ്ടിയും അവരുടെ പ്രോഡക്റ്റുകൾക്ക് മാർക്കറ്റിംഗ് നടത്തുവാൻ വേണ്ടിയും അവരുടെ മാർക്കറ്റിംഗ് ഡിമാൻഡ് ഉണ്ടാക്കുവാൻ സഹായിക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ചോദിച്ചാൽ അത് DRDAയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രൈസം പദ്ധതി പ്രകാരം ഒരു വ്യക്തി, ഒരു വിദ്യാർത്ഥി ഒരു സ്വയം തൊഴിൽ പരിശീലനം നേടിക്കഴിഞ്ഞതിന് ശേഷം പുതിയൊരു സംരംഭം തുടങ്ങി എന്നിരിക്കട്ടെ. അങ്ങനെ സംരംഭം തുടങ്ങി അദ്ദേഹം പുതിയൊരു പ്രോഡക്റ്റ് വികസിപ്പിച്ചെടുത്തു. ആ പുതിയ പ്രോഡക്റ്റിന് വേണ്ടിയുള്ള മാർക്കറ്റിംഗ് ഫെസിലിറ്റിയും ആ പുതിയ പ്രോഡക്റ്റിന് വേണ്ടിയുള്ള ഡിമാൻഡ് സൃഷ്ടിക്കുന്നതും ട്രൈസം പദ്ധതി പ്രകാരം ആരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ചോദിച്ചാൽ അത് DRDOയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടെ വേറൊരു ചോദ്യം കിടപ്പുണ്ട്. ട്രൈസം പദ്ധതി പ്രകാരം പബ്ലിക് അണ്ടർടേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ്ങിന് വേണ്ടി ഈ ഒരു ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും DRDOയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി IRDPയുടെ ഫണ്ട് DRDO ഉപയോഗിക്കാറുണ്ട് എന്നുകൂടി ഓർത്തിരിക്കാം. ഇനി ഇങ്ങനെ ഉണ്ടാക്കുന്ന IRDPയുടെ ഗുഡ്സിന് മാർക്കറ്റിംഗ് സപ്പോർട്ട് നൽകുന്ന ഏജൻസിയാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന DCMS. അപ്പോൾ ഇവിടെ ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക, ഇങ്ങനെ ട്രൈസം പദ്ധതി പ്രകാരം അല്ലെങ്കിൽ IRDP പദ്ധതി പ്രകാരം ഒരു പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിന് വേണ്ടിയുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിയാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഏജൻസി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡ്രാഫ്റ്റ്മാൻ ഉണ്ട്, ട്രെയിനിങ് നൽകുന്ന ആൾ. ആ ട്രെയിനിങ് നൽകുന്ന ആളിന് ട്രെയിനിങ് കൊടുക്കുന്ന ഈ ട്രൈസം പദ്ധതി പ്രകാരം ട്രെയിനിങ് നൽകുന്ന ആളിന് ട്രെയിനിങ് നൽകുന്ന പ്രധാനപ്പെട്ട 2 ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഇന്ത്യയിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, മറ്റത് എന്ന് പറയുന്നത് റീജിയണൽ സെൻറ്റർ അറ്റ് ഗുവാഹത്തി. ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഈ ഒരു ട്രൈസം പദ്ധതി പ്രകാരം ട്രെയിനറിന് ട്രെയിനിങ് നൽകുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ട്രൈസം പദ്ധതിയുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ട്രൈസം പദ്ധതിയുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. ട്രൈസം പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് തന്നെ തൊഴിൽ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ട്രൈസം പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. എന്നാൽ ട്രൈസം പദ്ധതി നമ്മൾ ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ പരിശീലനം നേടേണ്ട യുവാക്കളുടെ എണ്ണവും അതിൻ്റെ സാമ്പത്തിക വിഹിതവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ചില പ്രശ്നമുണ്ട്. അതാണ് ഈ ഒരു പദ്ധതിയുടെ ഒന്നാമത്തെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്. ഇനി ഈ പദ്ധതിയുടെ രണ്ടാമത്തെ കുഴപ്പം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വയം തൊഴിലിനായി പരിശീലനം നേടിയ യുവാക്കൾക്ക്, അതായത് ഈ പദ്ധതി പ്രകാരം സ്വയം തൊഴിലിന് വേണ്ടി പരിശീലനം നേടിയ യുവാക്കളിൽ അതായത് 10 മുതൽ 20% വരെയുള്ള ആൾക്കാർ സ്വയം തൊഴിൽ നേടുകയും അവർക്ക് പുതിയ ജോലി കിട്ടുകയും ചെയ്തു. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് പഴയതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് തന്നെ ഇരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ട്രൈസം പദ്ധതി പ്രകാരം പരിശീലനം കിട്ടേണ്ട യുവാക്കളുടെ എണ്ണം നമ്മൾ കമ്പയർ ചെയ്താലും
ഇനി അതിനുവേണ്ടി ചെലവഴിച്ച സാമ്പത്തിക വിഹിതം നമ്മൾ കമ്പയർ ചെയ്താലും അവിടെ ഒരു കുഴപ്പമുണ്ട്. ഇതാണ് ട്രൈസം പദ്ധതിയുടെ ഒന്നാമത്തെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ട്രൈസം പദ്ധതിയുടെ ഡീമെറിറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രൈസം പദ്ധതി പ്രകാരം പരിശീലനം കിട്ടിയ യുവാക്കളിൽ 10 മുതൽ 20% വരെയുള്ള ആൾക്കാർക്കാണ് ജോലി കിട്ടിയത്, പുതിയ ജോലി കിട്ടിയത്. ബാക്കിയുള്ള ആൾക്കാർ പഴയതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻ്റ് ആയി തന്നെ ഇപ്പോഴും തുടരുന്നു. അതാണ് ട്രൈസം പദ്ധതിയുടെ രണ്ടാമത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഇനി ട്രൈസം പദ്ധതി പ്രകാരമുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്തിലുള്ള ആൾക്കാർക്ക് ടെക്നിക്കൽ സ്കില്ല് വളർന്നു, എൻ്റർപ്രണർഷിപ്പ് എബിലിറ്റി വളർന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗ്രാമപ്രദേശത്തിലുള്ള ആൾക്കാർക്ക് കൂടി. അത് ട്രൈസം പദ്ധതിയുടെ ഒന്നാമത്തെ ഗുണം. ട്രൈസം പദ്ധതിയുടെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്, മാസ്റ്റർ ക്രാഫ്റ്റ്മാൻമാരെ ഉപയോഗിച്ചാണ് ട്രൈസം പദ്ധതി നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ അതിനൽപ്പം എഫിഷ്യൻസി കൂടുതലായി കാണിച്ചു. അത് ട്രൈസം പദ്ധതിയുടെ രണ്ടാമത്തെ ഗുണം. ട്രൈസം പദ്ധതിയുടെ മൂന്നാമത്തെ ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രാമപ്രദേശത്തിലുള്ള ആൾക്കാരുടെ തൊഴിലധിഷ്ഠിത പരിശീലന നിലവാരം കൂടി. ഗ്രാമപ്രദേശത്തിലുള്ള ജനങ്ങളുടെ തൊഴിലധിഷ്ഠിത പരിശീലനം കൂടി. ഇനി നമ്മൾ അടുത്തു പറയാനായിട്ട് പോകുന്നത് ട്രൈസം പദ്ധതി പ്രകാരമുള്ള അല്ലെങ്കിൽ ട്രൈസം പദ്ധതിയുടെ പോരായ്മകളെ പറ്റിയാണ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ട്രൈസം പദ്ധതിയുടെ പോരായ്മകളെ പറ്റിയാണ്, അല്ലെങ്കിൽ ട്രൈസം പദ്ധതിയുടെ ഷോർട്ട് കമ്മിങ്ങിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ട്രൈസം പദ്ധതിയുടെ ഒന്നാമത്തെ പോരായ്മ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറലി അൺഈവൻ, അതായത് പല സ്ഥലങ്ങളിലും ട്രൈസം പദ്ധതിയിൽ അസമത്വം കാണപ്പെട്ടു. പല സ്ഥലങ്ങളിലും ട്രൈസം നടപ്പാക്കിയതിൽ അസമത്വം കാണപ്പെട്ടു. അതാണ് ഒന്നാമത്തെ പോരായ്മ. ഇനി രണ്ടാമത്തെ പോരായ്മ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രൈസം പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ പരിശീലനം കൊടുത്തു. ഓരോ ആൾക്കാർക്കും, മിക്ക ആൾക്കാർക്കും സ്വയം തൊഴിൽ പരിശീലനം കൊടുത്തു. എന്നാൽ ഒരു പുതിയ സ്വയം തൊഴിൽ ആരംഭിക്കുവാൻ മിക്ക യുവാക്കളും മടി കാണിച്ചു. അതാണ് രണ്ടാമത്തെ പോരായ്മ. ഇനി മൂന്നാമത്തെ പോരായ്മ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രൈസം പദ്ധതി അവതരിപ്പിച്ച പാക്കേജുകളിൽ നല്ല ടെക്നോളജികൾ ഇല്ലായിരുന്നു. മൂന്നാമത്തെ പോരായ്മ. ഇനി നാലാമത്തെ പോരായ്മ, ട്രെയിനിങ് നൽകിയാലും അത് പകർന്നു നൽകിയിട്ടില്ല. ട്രൈസം പദ്ധതി പ്രകാരം ട്രെയിനിങ് നൽകിയെങ്കിൽ പോലും അത് പിന്നീട് പകർന്നു നൽകിയിട്ടില്ല. അത് നാലാമത്തെ പോരായ്മ. ഇനി അഞ്ചാമത്തെ പോരായ്മ, ട്രൈസം പദ്ധതി പ്രകാരമുള്ള സിലബസുകളിൽ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സിലബസിൻ്റെ കാര്യത്തിൽ വളരെ കുറവ് ഉണ്ടായിരുന്നു. ട്രൈസം പദ്ധതി പ്രകാരം സിലബസിൽ ഒരു ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അഞ്ചാമത്തെ പോരായ്മ. ഇനി ആറാമത്തെ പോരായ്മ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രൈസം പദ്ധതി പ്രകാരം പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാണ്, ട്രൈസം പദ്ധതി പ്രകാരം പ്രതീക്ഷിച്ചതിനേക്കാളും റാ മെറ്റീരിയലും മാർക്കറ്റിംഗ് ഒക്കെ വളരെ കുറവായിരുന്നു. അതാണ് ആറാമത്തെ പോരായ്മ. ഇനി ഏഴാമത്തെ പോരായ്മ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ജില്ലകളിലും ട്രൈസം പദ്ധതി ഇല്ലായിരുന്നു. ഇനി എട്ടാമത്തെ പോരായ്മ എന്ന് പറയുന്നത്, സെലക്ഷൻ ഓഫ് ട്രേഡ്, സെൽഫ് എംപ്ലോയ്മെന്റ് പോസിബിലിറ്റി, ഫിനാൻഷ്യൽ വയബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്നും കൺസിഡർ ചെയ്യാതെയാണ് പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത്. എട്ടാമത്തെ പോരായ്മ. ഇനി ഒൻപതാമത്തെ പോരായ്മ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രെയിനികൾക്ക് അസിസ്റ്റൻസ് നൽകുന്ന ഏജൻസിയാണ് IRDP എന്ന് പറയുന്നത്. ട്രെയിനികൾക്ക് ഈ ട്രൈസം പദ്ധതി പ്രകാരം ട്രെയിനികൾക്ക് അസിസ്റ്റൻസ് നൽകുന്ന പദ്ധതിയാണ് IRDP പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ ഇവർക്ക് ഈ ട്രെയിനികൾക്ക് കിട്ടിയ ട്രെയിനിങ്ങിനെ പറ്റിയൊന്നും IRDP പദ്ധതി വലിയ ഒരു ലിങ്കേജ് ഇല്ലായിരുന്നു. IRDP പദ്ധതിക്കും ഈ ട്രെയിനികളും തമ്മിൽ ഒരു നല്ല ലിങ്കേജ് ഇല്ലായിരുന്നു. ഇത്രയൊക്കെയാണ് ട്രൈസം പദ്ധതിയുടെ പ്രധാനപ്പെട്ട പോരായ്മകൾ.